ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആഭരണത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ്. അപ്പം മംഗൾസൂത്ര കളക്ഷൻസ് ഒരുപാട് ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള മംഗൾസൂത്രാസ് എല്ലാം ഇന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അതുകൂടാതെ ബാക്കി കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് www.abharanam.in ലോഗിൻ ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു താമര പെൻഡൻറ്റ് വരുന്ന മംഗൾസൂത്രമാണ്. ഞാൻ ഇപ്പോൾ സാരി ഡ്രേപ്പ് ചെയ്തിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വൈറ്റ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ ഈസി ആയിരിക്കും. അതിനോടൊപ്പം ഇയർ റിങ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതാണ് താമരയുടെ അതേ മോട്ടിഫ് വരുന്ന ഇയർ റിംഗ് തന്നെയാണ്. അതിൽ കുറച്ച് ഡ്രോപ്സ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്ന മംഗൾസൂത്ര. വളരെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മംഗൾസൂത്രയാണ്. അടുത്തതായിട്ട് ഒരു ഫ്ലവർ പെൻഡൻറ്റ് വരുന്ന ഒരു മംഗൾസൂത്രമാണ്. അപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് നവരത്നം വരുന്ന മംഗൾസൂത്രാസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. അത് നമ്മൾ വേഗം റീസ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു പിങ്ക് കളർ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം മാച്ചിങ് ഇയർ റിങ്സും ഉണ്ട്. സ്റ്റഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ മംഗൾസൂത്രാസ് ഇടുമ്പോൾ സ്റ്റഡ് ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡ്രോപ്സ് പോലെ, അല്ലാതെ ഭയങ്കര ഹെവി ഇയർ റിംഗ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതും നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന മംഗൾസൂത്രാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോൺസിനും എന്താ പറയുക, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി നല്ല സ്റ്റോൺസ് ആണ് ഇതിൽ എംബഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു മംഗൾസൂത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മംഗൾസൂത്രയുടെ ലെങ്ത്ത് കണ്ടല്ലോ. ഇപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതുവരെയുള്ള ലെങ്ത്താണ് ഇപ്പോൾ മംഗൾസൂത്രയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 പേളിൻ്റെ അറ്റാച്ച്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് എൻഡിൽ. അപ്പോൾ ഇതാണ് അടുത്ത മംഗൾസൂത്ര. അടുത്തത് ഒരു സിംഗിൾ ലെയറിൽ വരുന്ന മംഗൾസൂത്രമാണ്. അപ്പോൾ ഇതിലൊരു ഗ്രീൻ സ്റ്റോണാണ് സെൻറ്ററിൽ വരുന്നത്. അതിന് ചുറ്റിനും വൈറ്റ് സ്റ്റോൺസും വരുന്നുണ്ട്. അതിനോടൊപ്പം പിങ്ക് കെം സ്റ്റോൺസും വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും ബീഡ്സും പെൻഡൻ്റെ താഴെ തന്നെ കുറച്ച് പേൾ ഡ്രോപ്സും കൂടി ഉണ്ട്. അതിനോടൊപ്പം മാച്ചിങ് ഇയർ റിങ്സും വരുന്നുണ്ട്. ഇച്ചിരി ലോങ് ഇയർ റിംഗ് ആണ്, അതായത് അതിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ കുറച്ച് താഴേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊരു സിംഗിൾ ലെയറിലാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത്. കഴിഞ്ഞ 2 മംഗൾസൂത്ര കാണിച്ചാലും ഡബിൾ ലെയറാണ് കരിമണി വരുന്നത്. അപ്പോൾ ഇത് സിംഗിൾ ലെയറിലാണ് വരുന്നത്. വളരെ സിമ്പിൾ, പക്ഷേ ഇതിൻ്റെ പെൻഡൻറ്റ് നോക്കൂ, അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ച് വലിപ്പമുള്ളൊരു പെൻഡൻ്റ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇത് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അടുത്ത മംഗൾസൂത്ര ഇച്ചിരി വലിപ്പം കൂടിയ മംഗൾസൂത്രയാണ്. ഇത് നമ്മുടെ സൂര്യകാന്തി കളക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പെൻഡൻറ്റ് നോക്കൂ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വലിയ പെൻഡൻ്റാണ്. അതിനോടൊപ്പം 2 ലെയറിൽ വരുന്ന ചെയിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ കഴുത്തിൽ ഇങ്ങനെ ഇടാം. നമ്മൾ വെറുതെ അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ അത്യാവശ്യം ലോങ് ആയിട്ട് കിടക്കുന്ന മംഗൾസൂത്രമാണ്. അപ്പോൾ ഇത് സൂര്യകാന്തി കളക്ഷൻ. ഇതും നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഓണ സമയത്ത് നമ്മൾ സ്റ്റോക്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചുറ്റിനും റൗണ്ട് പെൻഡൻ്റാണ് വരുന്നത്. അത് കാരണമാണ് നമ്മൾ സൂര്യകാന്തി ഇതിൻ്റെ പേരിട്ടത്. സെൻറ്ററിൽ ഒരു ഗ്രീൻ സിംഗിൾ സ്റ്റോൺ വരുന്നുണ്ട്. അതിന് ചുറ്റിനും പിങ്ക് സ്റ്റോൺസും വരുന്നുണ്ട്. ഈ മംഗൾസൂത്രൻ്റെ കൂടെയും ഇയർ റിങ്സ് വരുന്നുണ്ട്. സ്റ്റഡാണ് വരുന്നത്. അതായത് ഈ ഒരു പെൻഡൻറ്റിൻ്റെ ഒരു മിനിയേച്ചർ ഫോമിൽ വരുന്ന സ്റ്റഡാണ്. അപ്പോൾ ഏതായാലും ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മംഗൾസൂത്രമാണ്. അപ്പം ഇതും കൂടി വെബ്സൈറ്റിൽ നോക്കുക, ഇഷ്ടപ്പെട്ടവർ പർച്ചേസ് ചെയ്യുക. ഇനി അത്യാവശ്യം ഹെവി ആയിട്ട് മംഗൾസൂത്രം ഇടാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പീസാണ്. അതായത് ഇതിൽ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ചെയിനായിട്ട് വരുന്നത്. 2 ലെയർ വരുന്ന ചെയിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഗോൾഡൻ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ പെൻഡൻറ്റ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പെൻഡൻ്റ് ആണ്. മഹാലക്ഷ്മി പെൻഡൻ്റ് ആണ് ഇതിൽ വരുന്നത്. അതിനോടൊപ്പം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇയർ റിംഗ് കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇയർ റിംഗ് നമുക്ക് സ്റ്റഡ് വേണമെങ്കിൽ ഇടാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡ് ഇട്ടതിന് ശേഷം ഈ ഒരു ചെയിനായിട്ട് ഇട്ടാലും മതി. അതല്ല ഇയർ റിംഗ് സെപ്പറേറ്റ് എന്തെങ്കിലും ഒക്കേഷൻ ഇടണമെങ്കിലും ഇടാം. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു മംഗൾസൂത്രമാണ്. കണ്ടില്ലേ, ഇതും എൻ്റെ ഫ്രെയിം കുറച്ച് ചെറുതായിപ്പോയി. ഓക്കെ, ഇതിൻ്റെ താഴെ പേൾ ഡ്രോപ്സിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ പെൻഡൻറ്റിൽ മഹാലക്ഷ്മിയുടെ മോട്ടിഫ് കൂടാതെ തന്നെ സ്റ്റോൺസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ്. അപ്പോൾ ഈ ഒരു പീസും കൂടി എല്ലാവരും കണ്ടുവെക്കുക. അടുത്തതും ഒരു കുട്ടി മംഗൾസൂത്രമാണ്. ഇതും ഒത്തിരി ലോങ് ആയിട്ടുള്ളൊരു മംഗൾസൂത്രമല്ല. അതിനോടൊപ്പം ഡ്രോപ്സും വരുന്നുണ്ട്. റൂബി സ്റ്റോൺ വരുന്ന മംഗൾസൂത്രമാണിത്. അതിനോടൊപ്പം വൈറ്റ് സ്റ്റോൺസും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇയർ റിങ്സിലും റൂബി സ്റ്റോൺ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഡ്രോപ്സ് ആയിട്ടാണ് ഇയർ റിങ്സ് കിടക്കുന്നത്. വളരെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു മംഗൾസൂത്രമാണ്. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മംഗൾസൂത്രമാണ്. ഇതിൽ മഹാലക്ഷ്മിയുടെ മോട്ടിഫാണ് വരുന്നത്. ഈ ഒരു മംഗൾസൂത്രയിൽ ഇയർ റിങ്സ് വരുന്നില്ല. 2 ഡബിൾ ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഗോൾഡൻ ബ്ലോക്ക് ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ സ്റ്റോണും റൂബി സ്റ്റോൺസും വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു മംഗൾസൂത്രമാണ്. ഇപ്പോൾ കാണിച്ചിരുന്ന എല്ലാ മംഗൾസൂത്രാസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. www.abharanam.in ലോഗിൻ ചെയ്താൽ മതി. ഈ കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതും വളരെ ചെറിയൊരു ടൈനി ഒരു മംഗൾസൂത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കാശിൻ്റെ പെൻഡൻ്റ് ആണല്ലേ വരുന്നത്. അപ്പോൾ ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മംഗൾസൂത്രമാണ്. ഇത് നമ്മളെല്ലാവരും സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് മംഗൾസൂത്രമാണ്. ക്രിസ്റ്റലിന്റെ ബീഡ്സ് ആണ് വരുന്നത്. അതിനോടൊപ്പം വൈറ്റ് സ്റ്റോണിൽ ചെറിയ ഗ്രീൻ ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോണിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് വളരെ നമ്മളെ ഒരു പഴയ കാലത്തെ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പെൻഡൻ്റെ ഒരു സ്റ്റൈൽ, ഒരു വൈഡ് വി പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇത് നമുക്ക് സ്ഥിരം നമ്മുടെ ആൾക്കാർ മേടിക്കുന്ന ഒരു ടൈപ്പ് പെൻഡൻ്റാണ്. അപ്പോൾ ഈ മംഗൾസൂത്രയും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ഇത് വളരെ ഒരു ട്രഡീഷണൽ ഡിസൈനാണ്. ഇതൊരു കാശിൻ്റെ ഹാരമാണ്. ഇതിൽ ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺസ് വരുന്നുണ്ട്, റൂബി സ്റ്റോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ലോങ് ഹാരമാണ്. ഇതിപ്പോൾ നമ്മുടെ പ്ലെയിൻ സാരീസിൻ്റെ കൂടെയൊക്കെ വളരെ സൂട്ടബിളായിട്ട് പോകും. ഇപ്പോൾ പ്ലെയിൻ എന്നല്ല, എല്ലാ പട്ടുസാരി ആണെങ്കിലും അതിനോടൊപ്പം എല്ലാം സൂട്ടബിളായിട്ട് പോകും. ഇത് നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ ലാസ്റ്റ് ഒരു മിഡിൽ മാലയായിട്ടോ ലാസ്റ്റ് മാലയായിട്ടോ ഇടുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഇത് കണ്ട ഗോൾഡ് അല്ലെന്ന് ആര് പറയുമല്ലേ, അത്ര നല്ല ഫിനിഷിംഗ് ആണ്. ഇതിൽ നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതും ഞാൻ ഇട്ട് കാണിച്ചു തരാം. പഴയ കാല ഒരു ട്രഡീഷണൽ പാറ്റേണിലാണ് ഈ ഒരു ഹാരം വരുന്നത്. ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആണെന്ന് ഞാൻ പറയില്ല, ഇച്ചിരി ഒരു ഹെവിയാണ്. പക്ഷെ അതിനും മാത്രമുള്ളൊരു ഡീറ്റെയിലിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു ഹാരമാണിത്. കാശുമാലയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മാല ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഹാരം സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കൂടുതലും പ്രീമിയം കളക്ഷൻസാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ഡിഫറൻസ്. നമ്മൾ സാധാരണ ഒരു വളരെ കുറഞ്ഞ വിലക്കുള്ള ഒരു മാല എടുക്കുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒക്കേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. നമുക്കൊരു ലോങ് ടേം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം കളക്ഷൻ എടുക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കളറൊന്നും ഫെയ്ഡാകാതെ ഈ ഒരു പ്രീമിയം കളക്ഷൻ നിലനിൽക്കും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാശുമാലയും ഈ ഒരു ഹാരം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കെം സ്റ്റോൺ വരുന്ന ഒരു ഹാരമാണ്. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഈ പഴയ ടൈപ്പ് ഡിസൈൻസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് അത് സിമിലർ ആയിട്ടുള്ളൊരു കളക്ഷൻസ് ഞങ്ങൾ കൂടുതലും സ്റ്റോക്ക് ചെയ്യുന്നത്. പെൻഡൻറ്റിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയുള്ള കമ്മൽ വരുന്നുണ്ട്, ഇയർ റിങ്സ് വരുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഒരു ഹാരം ഇത് പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം കളക്ഷനും നമ്മുടെ കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കളക്ഷൻ്റെയും സ്റ്റോൺസിൻ്റെ ഡിഫറൻസും അതിൻ്റെ ബോർഡേഴ്സൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഈ സ്റ്റോണൊന്നും ഒരിക്കലും അങ്ങനെ ചീത്തയാകാറില്ല. അപ്പോൾ ഏതായാലും ഈ കളക്ഷനും വളരെ പ്രിയപ്പെട്ട കളക്ഷനാണ്. പാറ്റേൺ വളരെ ട്രഡീഷണൽ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഇത് കൊണ്ട് തന്നെ കാണാൻ പറ്റും. കാരണം വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു മാല കിടക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ കളക്ഷൻ കൂടി നിങ്ങളെല്ലാവരും കാണുക. ഇതും നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഹാരമാണ്. ഈ ഒരു മൾട്ടി ചെയിൻ വരുന്ന ഈ ഒരു സൈഡ് പെൻഡൻറ്റ് വരുന്ന ഹാരവും വളരെ അധികം മൂവിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മഹാലക്ഷ്മി പെൻഡൻ്റാണ് വരുന്നത്. സൈഡ് പെൻഡൻ്റാണ്, സൈഡിലാണ് ഇങ്ങനെ പെൻഡൻറ്റ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഹാരമാണ്. വേറെ ഇപ്പോൾ ചെറിയൊരു സ്റ്റഡോ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇതിനോടൊപ്പം ഇയർ റിങ്സ് വരുന്നില്ല. ഈ പെൻഡൻ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 4 ചെയിൻ കൊണ്ടിട്ടാണ്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഹാരവും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഹാരമാണ്. അപ്പോൾ ഇതിൽ ജുംകാസ് ആണ് വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന സെറ്റാണ്. അപ്പോൾ ഇതിൽ കാശിൻ്റെ ഹാരമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം റൂബി സ്റ്റോൺസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 2 വശത്തായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പെൻഡൻറ്റ് പോലത്തെ അറ്റാച്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ഹെവി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. അടുത്തതും ഒരു കാശിൻ്റെ ഹാരമാണ്. നമുക്ക് കാശ് മഹാലക്ഷ്മിയൊക്കെയാണ് കൂടുതലും നമ്മൾ സ്റ്റോക്ക് എടുക്കാറ്. കാരണം അതൊക്കെയല്ലേ പഴയ ടൈപ്പ് ഓഫ് ട്രഡീഷണൽ ജ്വല്ലറീസ്. അപ്പം ഈ കാശിൻ്റെ ഈ ഒരു മാല പ്ലെയിൻ, ഇതിൽ സ്റ്റോൺസ് ഒന്നും വരുന്നില്ല, പ്ലെയിൻ കാശിൻ്റെ
ഹാരമാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്, വേറെ സ്റ്റോൺസ് ഒന്നും വരാതെ ഗോൾഡൻ ഷെയ്ഡിൽ മാത്രം പ്ലേറ്റഡ് ആയിട്ടുള്ള ഹാരം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാശിൻ്റെ ഹാരം. ഇതും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പീസാണ്. ഇതിനോടൊപ്പം ജുംകാസ് തന്നെയാണ് വരുന്നത്. ജുംകാസ് ഒത്തിരി വലുതല്ല, അത്യാവശ്യം ചെറിയ ഒരു മീഡിയം സൈസിലുള്ള ജുംകാസാണ് വരുന്നത്. അതിനോടൊപ്പം പേൾ ഡ്രോപ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു ഹാരമാണ്. ഈ ഒരു ഹാരം തിരുപ്പതി ഭഗവാന്റെ പെൻഡന്റ് വരുന്നതാണ്. അതിനോടൊപ്പം മാച്ചിങ് ഇയറിംഗ്സും കൂടി വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റഡാണ് വരുന്നത്. ഇതിൽ ബീഡ്സിന്റെ ചെയിൻ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇതേ സെയിം പെൻഡന്റിൽ തന്നെ നമുക്ക് കരിമണി ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, മംഗൾസൂത്രയുടെ കരിമണി മാലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ പേളിൻ്റെ ആണ്. ഇത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് സോൾഡ് ഔട്ട് ആയിരുന്നു, അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും കളക്ഷൻസ് കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് DM ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഇത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.aabharanam.in ലോഗിൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ആയിട്ടും ഒക്കെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തന്ന് ഞാൻ വേറെ വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.